ഹലോ, എല്ലാവർക്കും നമസ്കാരം. മല്ലു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മാങ്ങ അച്ചാറാണ് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരാഴ്ച ഉപ്പിലിട്ട് വെച്ചിരുന്ന മാങ്ങയാണ്. ഇതിനകത്ത് പച്ചമുളകൊക്കെ കീറിയിട്ട് നമ്മൾ ഉപ്പിലിട്ട് വെച്ച് ഇപ്പം നല്ലതായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഇച്ചിരി കായപ്പൊടിയും ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് വയ്ക്കാം. നമുക്ക് ചേർത്ത് ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമ്മളിപ്പം ഇത് വെക്കാൻ പോകുന്നത്. ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. ഇനി നമ്മളിത് റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതിനകത്ത് ഉപ്പ് ചേർക്കുന്നില്ല. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടത് നമുക്ക് പച്ചമുളക് നമ്മൾ മാങ്ങയ്ക്കകത്ത് ഇട്ടിരുന്ന പച്ചമുളകാണ്. അതും കൂടെ നമ്മളിത് ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ആവശ്യത്തിന്. പിന്നെ വേണ്ടത് നമുക്ക് കറിവേപ്പിലയാണ്. പിന്നെ അച്ചാറ് പൊടി, ഇത്തിരി മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിലേക്കിപ്പം കായപ്പൊടിയും ഉലുവാപ്പൊടിയും ചേർത്ത് വയ്ക്കാം. 1 സ്പൂണിനാണ് നമ്മൾ ഉലുവ പൊടി ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ അതോട്ട് ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കായപ്പൊടിയാണ്. കായപ്പൊടിയും കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള നമുക്ക് കായപ്പൊടി നമ്മളിപ്പോൾ ആവശ്യത്തിന് കായപ്പൊടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്ത് ഇത്തിരി പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് ചേർത്ത് ഇളക്കി വയ്ക്കാം. എന്നിട്ട് നമുക്കിത് റെഡിയാക്കാം. പഞ്ചസാര എടുത്തോണ്ടില്ല. ഇത്രയും പഞ്ചസാരയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. ഇത്തിരി പഞ്ചസാര മതി. 1.5 സ്പൂൺ പഞ്ചസാരയും നമ്മൾ ചേർത്ത് ഇനി നമുക്കിതിനകത്തോട്ട് ഇച്ചിരി വിനാഗിരിയും കൂടെ ചേർക്കാം കേട്ടോ. വിനാഗിരിയും കൂടെ ചേർത്ത് വയ്ക്കാം. നമ്മളിതിനകത്തോട്ട് ഇത്തിരി വിനാഗിരിയും കൂടെ ചേർത്ത് വെക്കുവാണ്. ഉപ്പ് നമ്മൾ പിന്നെ ഇട്ടാൽ മതി കേട്ടോ. ഉപ്പ് ഇപ്പം ഈ മാങ്ങയ്ക്ക് ഇതിന് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ റെഡിയാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. അരപ്പിന് ഉപ്പ് പോരാമെങ്കിൽ അപ്പോൾ നമുക്കിനി ഇത് റെഡിയാക്കാം. ബ്രാഹ്മൺസിൻ്റെ അച്ചാർ പൗഡറാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ എരിവ് വേണമെങ്കിൽ നമുക്ക് ഇത്തിരി മുളക് പൊടിയും കൂടെ നമുക്ക് ചേർക്കാം. അപ്പോൾ നമുക്കിത് റെഡിയാക്കാം. നമ്മളിത് നല്ലെണ്ണയ്ക്കകത്താണ് നമ്മൾ ഈ അച്ചാർ ഇടാൻ പോകുന്നത്. പാനടുപ്പ് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം. അപ്പം നമ്മുടെ പാനിവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് നല്ലെണ്ണ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലി നമ്മുടെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. ഞാനിപ്പം നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഈ എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇടാം. നമ്മളിപ്പോൾ ഉലുവായും കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഉലുവ നമുക്കിതിനകത്ത് ചേർക്കണ്ട. ഉലുവ പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. കടുക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഇടാം. കറിവേപ്പില നമ്മൾ ലാസ്റ്റ് ഇടുന്നുള്ളൂ കേട്ടോ. കറിവേപ്പില കഴിഞ്ഞിട്ട് ഇടുന്നുള്ളൂ. അത് മാങ്ങയുടെ വെള്ളം ഉണ്ടായിരുന്നു പച്ചമുളകിനകത്ത് കേട്ടോ. അതാ ചേർക്കുന്നത്. അതിൻ്റെ പച്ചമണം മാറുന്നണം വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് എരിവ് വേണമെങ്കിൽ ഇത്തിരി മുളക് പൊടിയും കൂടെ ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ഇത്തിരി മുളക് പൊടിയും കൂടെ ഞാൻ ഈ അച്ചാർ പൊടിയുടെ കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് എരിവിന് പച്ചമുളക് ഉണ്ട്. അതൊരു ഇത്തിരി മുളക് പൊടിയും കൂടെ നമുക്ക് ചേർക്കാം. നമുക്കിനി ഇത് മസാല ഇടാം. അച്ചാർ പൊടി നമുക്ക് ചേർക്കണമെങ്കിൽ ആവശ്യത്തിന് അച്ചാർ പൊടി നമ്മളിപ്പോൾ ആവശ്യത്തിന് അച്ചാർ പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കൂടി ഇത് ചേർക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തു. നമുക്ക് മുളക് പൊടിയും കൂടി ചേർക്കാം.
ഇത്രയും മുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ഇനി വേറെ ചേർക്കുന്നില്ല. നമുക്ക് ഈ ഉപ്പിലിട്ട് വെച്ചിരുന്ന മാങ്ങ ആയതുകൊണ്ട് അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ മസാലകളെ. നമുക്കിത് മാങ്ങ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം. അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം. മാങ്ങയ്ക്ക് ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ നോക്കിയിട്ടേ ഉപ്പ് ചേർക്കാവുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വിനാഗിരി പോരായെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലാവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കറിവേപ്പില ഇടാം. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ അടുത്ത വീഡിയോയായിട്ട് നമുക്ക് കാണാം. ബൈ.